കർത്താവിനെ നമ്മുടെ ഹൃദയത്തിന് രക്ഷകൻ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ പാപത്തിന് ക്ഷമ ലഭിച്ചു. പിന്നെ അവന്റെ ഫോർഗിവ്നെസ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവനിൽ പാപമല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്, നീതിയാണ്. പാപം ഒരു റൂട്ടാണ്, ഒരു സീഡാണ്. ഈ നീതിയും ഒരു സീഡാണ്. ഈ വിത്തിനൊരു ഫലമുണ്ട്. പാപത്തിന്റെ വിത്തിന്, പാപം എന്ന വിത്തിന്റെ ഫലം രോഗം, മരണം. നീതി എന്ന വിത്തിന്റെ ഫലം ദൈവത്തിന്റെ ജീവനാണ്, ഡിവൈൻ ഹെൽത്ത്, ഇറ്റേണൽ ലൈഫ്, സ്വർഗരാജ്യം. അപ്പോൾ ഈ ലോജിക്കലി ഒരു നീതിമാൻ രോഗം ഉണ്ടാകാൻ ഒക്കത്തില്ല. അങ്ങനെ ശരിക്കും റൈറ്റ് അങ്ങനെയാണ്. അതാ ശരിക്കുള്ള ലോജിക്. നല്ല വൃക്ഷത്തില് വേറൊരു ബാഡ് ഫ്രൂട്ട് വരാൻ പാടില്ല. അതുകൊണ്ട് യേശു കർത്താവ് ദൈവം ഈ പ്രോമിസ് ചെയ്യുമ്പോൾ എക്സോഡസ് 15-ാം അധ്യായത്തിന് 26-ാം വാക്യത്തിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകും എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ രോഗം വന്നതിന് ശേഷം സൗഖ്യമാക്കുന്നല്ല. ഈ ജാതികളിൽ വന്ന രോഗം നിനക്ക് ഉണ്ടാകത്തില്ല, വരത്തില്ല. I send none diseases which I brought on Egyptians. I am the Lord. അതായത് ഇത് ഈ കവനന്റിലാണെങ്കിൽ രക്തം ചൊരിഞ്ഞു, കുഞ്ഞാടിന്റെ രക്തം ചൊരിഞ്ഞു. ആ രക്തം ചൊരിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനത്തിനുണ്ടായ ഫ്രൂട്ട് അല്ലെ ഇൻഹെറിറ്റൻസ്, അവരുടെ അവകാശം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ജീവിതം. അതാ പറഞ്ഞല്ലോ, അവരുടെ വസ്ത്രം എന്തോ പഴുകയില്ല, അവരിലൊരു ബലഹീനയില്ലായിരുന്നു, നടുവിൽ ഒരു ബലഹീനമില്ലായിരുന്നു. വസൂരിയും വന്നു, ഒരു രോഗം വന്ന് അവർ മരിച്ചില്ല. അനുസരണക്കേട് കൊണ്ടാണ് മരുഭൂമി പെട്ടുപോയത്. അതെ. അപ്പൊ നീതിയുടെ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഡിസീസ് ഫ്രീ ലൈഫാ. പിന്നെ അതൊരാൾക്ക് ഡോക്ടറെ വെളിപ്പെട്ട് കിട്ടണം. അത് വെളിപ്പെടണം. അത് നമ്മുടെ ഇമാജിനേഷൻ ആകണം, നമ്മുടെ ധ്യാനമാകണം, അത് നമ്മുടെ ഡിക്ലറേഷൻ ആകണം, അത് നമ്മുടെ വിശ്വാസമായിട്ട് മാറണം. ഈ രോഗം വരുമ്പോഴും നമ്മളുടെ തിരിച്ചറിവ് ഇത് നമുക്കുള്ളതല്ല, ഇത് നമ്മൾ നീതിയുടെ ഫലം എന്ന് പറയുന്നത്. ഒരിക്കലൊരു ദിവസം പറഞ്ഞത്, നമ്മുടെ വീടിന്റെ മുമ്പിൽ ആരെങ്കിലും ഒരു വേസ്റ്റ് കൊണ്ടിടാൻ അല്ലെ പോട്ട് ഒരു തെങ്ങും തൈ നമ്മുടെ പ്രോപ്പർട്ടിയില്ല, നമ്മുടെ അനുവാദമില്ല ഒരാൾ നടാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പറ്റത്തില്ലെന്ന് പറയല്ലേ, നമ്മളതിനെ എതിർക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് അവർ ബോഡി ഈസ് ടെമ്പിൾ ഓഫ് ഗോഡ് അല്ലേ, അപ്പൊ അതിലേക്ക് ഒരുത്തനൊരു സംഭവം ഇടാൻ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ പിശാച മോഷ്ടിപ്പാൻ, അറുപ്പാൻ, മുടിപ്പാൻ അവൻ വരുമ്പോ നമ്മൾ റെസിസ്റ്റ് ചെയ്യണം അല്ലേ. പക്ഷെ പലരും അത് ചെയ്യുന്നില്ല. ഡോക്ടറെ, അതേക്കുറിച്ച് ഞാൻ ചോദിച്ചോട്ടെ. ചിലർ പറയുന്നത് ദൈവം രോഗം തന്നു. ഇപ്പൊ ഡോക്ടർ ഒരു അറിയാമല്ലോ, അങ്ങനെ ഒരു നിൽക്കുന്നു. ഡോക്ടർ ദൈവം തന്നതാണ് ആ രോഗം. അതിനെക്കുറിച്ച് എന്തുകൊണ്ട്, എങ്ങനെ അതിനെ വിശദീകരിക്കുന്നത്? എങ്ങനെ ദൈവം ആർക്കെങ്കിലും ദോഷകരമായിട്ട് എന്തെങ്കിലും ചെയ്യും? ഒരുത്തലെ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും ദൈവത്തിൽ നല്ലേ, അതൊന്ന് പറയാം ഡോക്ടർ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പരീക്ഷിക്കപ്പെടുമ്പോൾ നാം ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല. അബ്രാമിനെ ടെസ്റ്റ് ചെയ്യുവാൻ, ടെസ്റ്റ് ചെയ്യുവാൻ വിശ്വാസത്തിന്റെ പരിശോധന ഉണ്ട്. എന്നാൽ ഈ പിശാച് കൊണ്ടുവരുന്ന സാധനങ്ങളെ നമ്മുടെ മണ്ടയ്ക്ക് കിട്ടുന്നത് ദൈവത്തിന്റെ പണിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ശിക്ഷയുണ്ട്, ബാലശിക്ഷയുണ്ട്, പക്ഷെ അവരെ നമ്മൾ വേറെ ഒന്നും കുത്തിവെക്കാറില്ല, തല്ലി ഓടിക്കാറില്ല. അപ്പൊ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പണ്ടുകൊണ്ട് ദൈവം തന്ന കഷ്ടത അല്ലേ, അതൊരു. പിന്നെ രണ്ടാമത് ഈ യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. അപ്പൊ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതാ രോഗത്തെ വഹിച്ചൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ വേദനകളെ ചുമന്നൊഴിച്ച ദൈവത്തിന്റെ കുഞ്ഞാട്. ഡോക്ടർ, അത് പറയുമ്പോൾ ഒരിക്കലും ഒരാൾ പറഞ്ഞു, ഈ റിയൽ സിക്നസ് എന്ന് പറയുന്ന രോഗം എന്ന് പറയുമ്പോഴേ നമ്മുടെ ആത്മാവിന്റെ ഒരു രോഗമാണ്. ശരിക്കും അതാണല്ലോ പാപം. പക്ഷേ വേറൊരു കാര്യം പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യേശു ഹീൽ ചെയ്യുമ്പോൾ, ആൾക്കാരെ വിടുവിക്കുമ്പോൾ പറയുകയാണ്, യെശയ്യാവ് പറഞ്ഞത് നിവൃത്തിയായി. He took our infirmities in his body on the cross. അല്ലേ, അത് നിവൃത്തിയായെന്ന് പറയാം. അപ്പം ശരിക്കും പറഞ്ഞാൽ റിയൽ രോഗം എന്ന് പറഞ്ഞാൽ പാപത്തിൽ എന്നുള്ള മോചനം. പക്ഷെ അവിടെ പറഞ്ഞിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് സൗഖ്യം തന്നെ, ഫിസിക്കൽ ഹെൽത്ത് തന്നെ അല്ലേ. അന്ന് യേശു സകല ദീനക്കാർക്ക് സൗഖ്യം വരുത്തി. യെശയ്യാവ് പറഞ്ഞത് നിവൃത്തിയാകാൻ വേണ്ടി ഫിസിക്കൽ ഹീലിംഗ് ഉണ്ടായത്. ആത്മീയ സൗഖ്യം അല്ല അവിടെ ഉണ്ടായത്, ശാരീരിക സൗഖ്യം അവിടെ ഉണ്ടായത്. ശരിക്കും ഡോക്ടർ പറയുന്ന നീതിയുടെ വിത്ത് ഒരാളിൽ വന്നാൽ അതിൽ നിന്ന് വരുന്ന ഫലങ്ങളിൽ രോഗമില്ല. പിന്നെ വരുന്നത് നമ്മുടെ സാഹചര്യം കൊണ്ടും അനുസരണക്കേട് അല്ലെ അവിശ്വാസം അല്ലെന്നുണ്ടെങ്കിൽ പല കാരണങ്ങൾ കാണും, പാരമ്പര്യപരമായിട്ട് അങ്ങനെ. പക്ഷെ നമ്മുടെ ഒരു തിരിച്ചറിവായിരിക്കണം, ഇതല്ല എന്റെ ദൈവത്തിന്റെ വചനം. അതാണ് ഒരർത്ഥത്തിൽ വചനം പറയുന്നത്, റെസിസ്റ്റ് ദ ഡെവിൾ ഹി വിൽ ഫ്ലീ ഫ്രം. അതെ, നമ്മൾ ശരിക്കും ഹൃദയം കൊണ്ട് തന്നെ റിജക്ട് ചെയ്യല്ലേ, വാ കൊണ്ട് പറയാൻ നിൽക്കല്ലേ, എനിക്കുള്ളതല്ല. മനസ്സിനകത്ത് നമ്മൾ വ്യത്യസ്തമായ ഒരു തിരിച്ചറിവുണ്ടാകുന്ന നമ്മുടെ ഇമാജിനേഷൻ, സങ്കല്പങ്ങൾ. പിശാച് സങ്കല്പങ്ങൾ കൊണ്ടുവരും,
ദൈവത്തിന്റെ വചനത്തിലുള്ള സങ്കല്പങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ കൊണ്ട് നടക്കണം. അതിൽ പൗലോസ് പറഞ്ഞ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ, അല്ലേ, ദൈവസന്നിധി. ആ കോട്ടകളെന്ന് പറയുന്നത് ഇവൻ പണിയുന്നത് നമ്മുടെ മൈൻഡാണ് ബാറ്റിൽ ഫീൽഡ്, അല്ലേ, അവിടെയാണ് അവൻ ഇത് ചെയ്യുന്നത്. അപ്പൊ ഡോക്ടർ പറയുന്നത് തീർച്ചയായിട്ടും അപ്പം ഇങ്ങനെ ഒരു സൗഖ്യം ഉണ്ട്. മക്കളുടെ അപ്പം അതാ ശരിക്കും പറഞ്ഞു. അത് ഞങ്ങൾ കാസ്റ്റ് നോട്ട് ടു ദ ലിറ്റിൽ ഡോഗ്സ്, അതിന് നമ്മൾ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കത്തില്ല. അവിടെ സൗഖ്യത്തിന് വേണ്ടി ആ കനാന്യ സ്ത്രീ യേശുവിന്റെ അടുത്ത് വന്നത്, തന്റെ മകളുടെ സൗഖ്യം. അപ്പൊ യേശു പറയുക, ഈ സൗഖ്യം മക്കളുടേതാണ്, നിനക്കുള്ളതല്ല, ഇത് മക്കളുടെ അപ്പം എന്ന് പറഞ്ഞാൽ അവക്കുള്ളതല്ലെന്ന് പറയുമ്പോൾ അവൾ ആ കവനന്റിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. അപ്പൊ ദൈവം ശരിക്കും പറഞ്ഞാൽ ചില ചോദിക്കും എല്ലാ മാനവജാതിക്ക് വേണ്ടിയല്ല, മാനവജാതിക്ക് വേണ്ടിയാണ് വന്നത്. പക്ഷെ മക്കളുടെ ഒരു അവകാശത്തിലേക്ക് വരുമ്പോഴാണ് അനുഭവം വരുന്നത്, അല്ലേ? പിന്നെ നമ്മള് മറ്റുള്ളവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അവരെ സൗഖ്യമാക്കും. ഫിസിക്കൽ ഹെൽത്ത്. എന്നാൽ അതിനോട് ചേർന്ന് പിന്നെ അവരുടെ ലൈഫിൽ സംഭവിക്കേണ്ടത് ഈ കർത്താവിനെ അവര് ഏറ്റെടുക്കണം. അതാ നമ്മുടെ കുളക്കരെ കിടന്നുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, അതെ, നീ ഇനിയും തിന്മയായത് ഭവിപ്പാതിരിപ്പാൻ ഇനിയും പാപം ചെയ്യരുത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നം പാപത്തിലൂടെ വന്ന രോഗമാണ്. എന്നാ കൂനിയായ സ്ത്രീയോട് എന്താ പറഞ്ഞ, പിശാജ് 18 സംവത്സരം ബന്ധിച്ചു വെച്ചവർ. അപ്പൊ പിശാചിൽ നിന്നും ഉണ്ട്, പാപം നിമിത്തവും, അല്ലേ, പലതരത്തിലുള്ള രോഗകാരണങ്ങളുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും ഡോക്ടറിന് ഒരു അനുഭവം എന്ന് പറയാം. ഏതെങ്കിലും ഒരാൾ എന്നോട് നേരത്തെ പറഞ്ഞ കേട്ടിട്ടുണ്ട്, ഒരു പ്രായമുള്ള ഒരാൾ ഇപ്പോഴും സ്റ്റിൽ ഈ സലൈവെന്ന് പറയാതെ എന്തോ. അത് ഒരു അച്ചായൻ ഞങ്ങളുടെ പള്ളിയിൽ, പഴയ പള്ളിയിലുണ്ടായിരുന്ന അച്ചായന്, ഭക്തനായ മനുഷ്യനാ, ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നു. നടുവേദനയായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ബോണിനകത്തൊക്കെ തകരാറുണ്ടായിരുന്നതാണ്. അപ്പോൾ MRI എടുത്ത് നോക്കിയപ്പോൾ അത് എക്സ്റ്റെൻസീവ് സ്കെലിറ്റൽ മെറ്റാസ്റ്റീസിസ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ മൂലം ശരീരം മുഴുവൻ സകലം ബോണെല്ലാം ക്യാൻസർ ബാധിച്ചു. അപ്പോൾ ആ അപ്പച്ചൻ്റെ മകളും മരുമകനും CMC വലിയൊരു ഡോക്ടേഴ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന് ഇനിയിപ്പം ക്യാൻസർ ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഈ അപ്പച്ചന് അമ്മച്ചിയും കൂടെ അങ്ങ് വെല്ലൂർ പോയി ചെന്ന് അവിടെ അവർ പരിശോധനകൾ നടത്തിയിട്ട് മരുമോൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഡോക്ടർ ചെയ്തത് വലിയൊരു ഉപകാരം. ഒറ്റ വിസിറ്റിൽ തന്നെ ഇത് ഡയഗ്നോസ് ചെയ്ത് ഇവിടെ വിട്ടല്ലോ. ഇവിടെ എല്ലാം പരിശോധനകളെല്ലാം നടത്തി ഇവിടെ ഡോക്ടേഴ്സ് കൺക്ലൂഡ് ചെയ്തു, ഇനി ഒരു 3 മാസം അല്ലെ മാക്സിമം 6 മാസമേ ഉള്ളൂ ലൈഫ്. അതുകൊണ്ട് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ട്രീറ്റ് ചെയ്യാവുന്ന സ്റ്റേജ് കഴിഞ്ഞു പോയി. പിന്നെ ഏതായാലും ഡയഗ്നോസ് ചെയ്തല്ലോ, ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങ് തിരിച്ച് വീട്ടിൽ പോവാം. അപ്പോൾ അപ്പച്ചൻ തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾ അവർ വിശ്വാസികളാണ്, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾ സ്നേഹമുള്ള കുടുംബമാണ്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ അപ്പച്ചൻ്റെ വീട്ടിൽ ചെന്ന്, അപ്പോൾ അന്നത്തെ എൻ്റെ അറിവനുസരിച്ച് എണ്ണ വെച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു കുറച്ച് എണ്ണ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അപ്പച്ചനെ അവിടെ എടുത്തിട്ട് തലയിലോട്ട് എണ്ണ അങ്ങ് ഒഴിച്ച് അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ക്യാൻസറിൻ്റെ എൻ്റെ മേൽ അധികാരം എടുത്ത് ഞാൻ സംസാരിച്ചു. എന്നിട്ട് ഞാൻ പോയിരുന്നു. ഇത് സംഭവിച്ചിട്ടിപ്പം ഒരു 13 വർഷമെങ്കിലുമായി കാണും. ഇപ്പോഴും അപ്പച്ചൻ ജീവനോടുണ്ട്. ഇതിന് ശേഷം പുള്ളി ഇതിന് ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരിടത്തും പോയിട്ടില്ല. പുള്ളി മരിക്കും എന്ന് വിചാരിച്ചാ വന്നത്. പിള്ളേർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഇദ്ദേഹം മരിക്കുമെന്ന്. പക്ഷേ ഈ നടുവേദന പറഞ്ഞ സംഭവം പുള്ളി പറഞ്ഞിട്ടേ ഇല്ല. പുള്ളി പിന്നെ CMCയിൽ ഇതിന് ട്രീറ്റ്മെന്റിന് പോയിട്ടുമില്ല. ഇപ്പോഴും ജീവനോടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം, ദൈവം പുള്ളിക്ക് സൗഖ്യം നൽകി. അപ്പോൾ ഡോക്ടർ ഇത് പറയുമ്പോൾ തന്നെ ഞങ്ങളെ കാണുന്നവരോട് പറയാനുള്ളൊരു കാരണം, ട്രീറ്റ്മെന്റിന് ഞങ്ങളെതിരല്ല, ട്രീറ്റ്മെന്റ് വേണം. പക്ഷെ അതിലുപരി യേശു കർത്താവ് ഇന്നും സൗഖ്യമാക്കുന്നു. ട്രീറ്റ്മെന്റ് ഒരു വലിയ അനുഗ്രഹമാണ്. പക്ഷെ എല്ലായ്പ്പോഴും അത് വിജയിക്കത്തില്ല. പല രോഗത്തിനും ചികിത്സ ഫലമാകുന്നില്ല. ഒത്തിരി രോഗങ്ങൾക്കും മെഡിക്കൽ ശാസ്ത്രം ഹെൽപ്ലെസ് ആണ്. എന്നാൽ ആ പരിമിതിക്ക് മീതെ ദൈവത്തിനിറങ്ങി പ്രവർത്തിക്കാൻ നമ്മൾ ആദ്യമേ തന്നെ നോക്കേണ്ടത് ദൈവത്തിൽ നിന്നുള്ള സൗഖ്യത്തിനാണ്. അതോടൊപ്പം ഇതൊരു സപ്പോർട്ട് വേണ്ടി വരുന്നാൽ നമ്മൾ മോഡേൺ മെഡിസിൻ എടുക്കണം, സംശയമൊന്നുമില്ല. പക്ഷെ മോഡേൺ മെഡിസിന് ഭയങ്കര പരിമിതികളാണ്, ഒത്തിരി പരിമിതികളാണ്. പല രോഗത്തിനും മോഡേൺ മെഡിസിൻ ഒന്നും ചെയ്യാനൊക്കുന്നില്ല, ഹെൽപ്ലെസ് ആണ്. എല്ലാം പാലിയേറ്റീവാണ്. എന്നാൽ ഡിവൈൻ ഹെൽത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ അത്ഭുതകരമായ രീതിയിൽ സൗഖ്യം. ആ കുളക്കരെ കിടന്ന മനുഷ്യനോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ആ ഒരു കാര്യമാണ് ആദ്യം ചോദിക്കുന്നത്. വേറെ ഒന്നും കർത്താവ് അവിടെ ചോദിക്കുന്നത്. 12 വർഷം രക്തസ്രാവക്കാരുടെ സ്ത്രീ പല വൈദ്യന്മാരാലും ചികിത്സിച്ച് ഏറിയതൊന്നും കുഴപ്പമായി, ഭേദം വരാതെ ഒട്ടും പരവശയായി. അവളാണ് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യമാകുന്നത്. 12 ഇയേഴ്സും ഫിസിഷ്യന്മാർ ട്രീറ്റ് ചെയ്തിട്ട് അവളുടെ സ്ഥിതി കൂടുതൽ വേഴ്സായി കഴിയുന്നത്.
വേറൊരു ചരിത്രം പറയുന്നത് ഇദ്ദേഹത്തെ ഇവളിനി ഡിമോണിക് എന്തെങ്കിലും ഇതാണെന്ന് വിചാരിച്ചു ഒരു പ്രത്യേക ഒരു ജോസിഫസ് എന്നൊരു ചരിത്രകാരൻ ഒരിക്കൽ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു പ്രത്യേക ഒരു ഗുഹയ്ക്ക് അവർ താഴ്വരയിലാണ് ഇവിടെ കൊണ്ട് ഇരുത്തിയിട്ട് ഒത്തിരി വലിയ ഹെവി വോയിസ് ഉണ്ടല്ലോ, ശബ്ദം കൊടുത്ത് ഇവിടെ ഇപ്പം എന്തെങ്കിലും ഭയമാണെങ്കിൽ ഇവിടെ നിന്ന് മാറട്ടെന്ന് പറഞ്ഞ സ്ത്രീയാണ്. പക്ഷെ ആ ടച്ച്, അസുണസ് ടച്ച് അല്ലേ കർത്താവിൻ്റെ ആ ഹേം ഓഫ് ഗാർമെന്റ് തൊട്ടാൽ ഞാൻ സൗഖ്യമാകും പറഞ്ഞു നടന്നു. അപ്പോൾ അതൊരു ഭയങ്കര സംഭവമില്ലേ. കർത്താവ് പറഞ്ഞില്ലേ സംബടി ആ സ്റ്റാച്ചു. അവർ പറഞ്ഞു ഈ തിക്കിനും തിരക്കിനോടെ ആര് തൊട്ടോ അല്ല എന്തെങ്കിലും ദ പവർ കെയിം ഔട്ട് ഓഫ് മീ, എന്നിൽ നിന്ന് ആ ശക്തി പുറപ്പെട്ടു. അപ്പം അതിന്നും അവൈലബിൾ അല്ലേ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ബോൺ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കുന്ന പ്രിയ ഡോക്ടറാണ് പറയുന്നത്, ഇന്നും വിശ്വസിച്ചാൽ ഈ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഡോക്ടറെ അതുപോലെ കുടുംബവുമായിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങൾ 3 മക്കളാണെന്ന് പറഞ്ഞല്ലോ, അവരുടെയൊക്കെ ആത്മീയ നിലവാരവും അവരുമായിട്ടൊക്കെ എങ്ങനെയാണ് ഡോക്ടർ ഈ തിരക്ക് സമയങ്ങളിൽ എങ്ങനെയാണ് അതിനെ കുഞ്ഞുങ്ങൾ എങ്ങനെ ശുശ്രൂഷിക്കുമോ? കുഞ്ഞുങ്ങൾ ശുശ്രൂഷിക്കും, എൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കും. അദ്ദേഹം ഞങ്ങള് വൈഫിനെന്താ ഗിഫ്റ്റ് എന്തോ മീൻസ് ഇങ്ങനെ വചനം പഠിപ്പിക്കുകയാണോ അതോ എന്തെങ്കിലും അല്ലെങ്കിൽ വചനം പഠിപ്പിക്കും, പ്രവചന കൃപയുണ്ട്, പ്രാർത്ഥനാവരം ഉണ്ട്. അപ്പം പുള്ളിക്കാരി അവസരം കിട്ടുമ്പോഴെല്ലാം എന്നെക്കാളും കൂടുതൽ അപ്പം വൈഫും അവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ശുശ്രൂഷയുണ്ട്. പേഷ്യൻസിന് ഒത്തിരി ആൾക്കാരെ എൻ്റെ ഭാര്യ കർത്താവിനെ കൊണ്ട് തൊടും. ഒത്തിരി കുഞ്ഞുങ്ങള്, ഒത്തിരി മാതാപിതാക്കള്. പീഡിയാട്രീഷ്യൻ. മക്കള് 3 പേര്. മൂത്ത മോന് വിവാഹം കഴിച്ചു, വിശ്വാസികളാണ്. അവരും അവരുടെ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ചു ആർക്കിടെക്ട് അവസരം കിട്ടുന്നതനുസരിച്ച് അവരും ആൾക്കാരെ ബിൽഡപ്പ് ചെയ്യും. 2ാമത്തെ മോനും വിവാഹം കഴിച്ചു, അവരും ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. യൂത്ത്സിന് ഇടയിൽ നന്നായിട്ട് അവർ വചനം പഠിപ്പിക്കുകയും അവരെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. ഇളയ മോനും കർത്താവിനെ സാക്ഷിക്കുകയും കർത്താവിൻ്റെ ടെസ്റ്റിമണി ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യും. അപ്പോൾ എല്ലാവരും കൂടെ കൂടി നിന്ന് ഈ തിരക്ക് സമയങ്ങളിൽ കിട്ടാറുണ്ടോ? കൂടി വരുമ്പോൾ എങ്ങനെയായിരിക്കും ചർച്ചകളൊക്കെ? എങ്ങനെ എല്ലാവരും കൂടി വരുമ്പോൾ ഞങ്ങളുടെ ഒരു ദർശനം വണ്ണസ്, ഭാര്യയും ഭർത്താവും തമ്മിൽ വണ്ണസ്. അതായത് യേശു പറഞ്ഞ പിതാവും പുത്രനും പരിശുദ്ധ എന്ന് പറഞ്ഞാൽ ഒന്നിക്കുന്നല്ലേ, ഭയങ്കര ആ ഒരു അനുഭവത്തിൽ. അതാണ് നമ്മുടെ അവിടുത്തെ ആപ്തവാക്യം. ഇവിടെ വണ്ണസ് വേണം. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഒന്നായിരിക്കണം, മക്കള് ഭാര്യ ഭർത്താവ് അവർ തമ്മിൽ ഒന്നായിരിക്കണം, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ ഒന്നായിരിക്കണം. ഇതാണ് നമ്മുടെ അവിടെ ഒരു വേർതിരിത്തം വരാൻ ഡിവിഷൻ പാടില്ല. ഞാനത് പറയും. ഒന്ന് വിവരിക്കാവോ ഡോക്ടർ, അതേക്കുറിച്ച് ഒന്നുകൂടെ വിവരിക്കാം ആ ഭാഗം. അതായത് കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് കേൾക്കുന്നവർക്ക് ഒരു പ്രയോജനം ഒന്ന് പറഞ്ഞാട്ടെ. യേശു ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ട് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് നടക്കും. ഈ 2 പേരുള്ള ഐക്യമത്യം എന്ന് പറയുന്നത് ഒരു വിഷയത്തിന് വേണ്ടിയുള്ള ഐക്യമത്യം അല്ല. നമ്മൾ വിചാരിക്കും ഈ ഒരു കാര്യം സാധിക്കണം, ഒരു കാര്യം സാധിക്കണം, അതിനു വേണ്ടി നമുക്ക് യോജിക്കാം. അതല്ല. പിന്നെ യേശു അത് പറഞ്ഞു, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകണം. പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എങ്ങനെ ഒന്നായിരിക്കുന്നു അതുപോലെ എൻ്റെ ശിഷ്യന്മാരും ഒന്നായിരിക്കണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇത് പെർഫെക്റ്റ് ലവ്വാ. അതായിരിക്കണം ഇവർ തമ്മിൽ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ വൺ ആയിരിക്കണം. ഒരു കാരണം ഇവിടെ പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞാൽ ഈ വണ്ണസ് ഇല്ലായ്മയാണ്. പ്രാർത്ഥന പ്രോഗ്രസ് ചെയ്യാനൊക്കെ ഇല്ല, ഇത് ഡിവൈഡ് ആണെങ്കിൽ. നിങ്ങൾ ഐക്യമത്യപ്പെട്ടില്ലെങ്കിൽ ഇത് പറഞ്ഞു ഒരു ഭവനം തന്നെ ചിത്രിച്ചാൽ അതെങ്ങനെ മുന്നോട്ട് പോകും. ഒരു രാജ്യം ചിത്രിച്ചാൽ മുന്നോട്ട് പോകത്തില്ല. പിശാചിന്റെ രാജ്യത്തിൽ വണ്ണസ് ഉണ്ട്, എന്നാൽ ദൈവമക്കളുടെ ജീവിതത്തിൽ വചനം പറയുന്നുണ്ട് മാതാപിതാക്കളെ വിട്ടുപിരിഞ്ഞ് ഭർത്താവിനോട് ചേരുമെന്ന് പറഞ്ഞു. ആ ചേർച്ച വരണം. ഇത് വളരെ ഒരു സട്ടിലായിട്ടുള്ള ഒരു വലിയ ഒരു കെണിയാണ്. അതായത് ഭാര്യ ആത്മീയയാണ്, ഭർത്താവിന് ആത്മീയനാണ്, പക്ഷെ ഇവർ തമ്മിൽ വണ്ണസ് ഇല്ല. ഡോക്ടറെ, അത് ഞാൻ ചോദിച്ചോട്ടൊരു കാര്യം, ഈ ധാരാളം കുടുംബങ്ങൾ തകർന്ന് പോകുന്ന അനുഭവങ്ങളുണ്ടല്ലോ, ഡിവോഴ്സസ് അതുപോലെ. അപ്പോൾ ഇങ്ങനെ കാണുന്നവർക്ക് വേണ്ടി ഇപ്പം ഇപ്പം ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണല്ലോ, അതെങ്ങനെ ബാലൻസ് ചെയ്ത് പോകും? ഇപ്പോൾ പറഞ്ഞല്ലോ വണ്ണസിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞു, അതെങ്ങനെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്തോന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു സാധാരണ വ്യക്തിയെ കാണുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാകാത്ത. ഞാൻ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഒരു വിവാഹം ആലോചിക്കാൻ എന്നെ ആരെങ്കിലും പറഞ്ഞാൽ ആദ്യം അവരുടെ വിശ്വാസം ചോദിക്കുന്നു. എന്താ നിങ്ങളുടെ വിശ്വാസം? കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ വിവാഹം ആലോചിക്കത്തേ ഇല്ല. കാരണം യേശു ഇപ്രകാരം പറഞ്ഞു, എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ നിങ്ങളെ കൊണ്ടൊക്കത്തില്ല. എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാനൊക്കത്തില്ല, പിന്നെ അങ്ങനെ ഇത്രയും കോംപ്ലിക്കേറ്റ് ഉള്ള ഒരു വിവാഹം കൊണ്ട് നടത്താൻ ഒക്കുന്നു.
ആദ്യമേ നമ്മുടെ ലൈഫിൽ സംഭവിക്കേണ്ടത് കർത്താവുമായിട്ടുള്ള ബന്ധം. ഈ കർത്താവുമായിട്ടുള്ളൊരു ബന്ധമുള്ള ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നത് നിങ്ങൾ അവിശ്വാസികളുമായി ഇണയില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് യോജിക്കുന്ന എന്തിനാണെന്നറിയാമോ? വൺ ആകാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് താല്പര്യങ്ങളങ്ങ് പോകും. അതുകൊണ്ട് നമ്മളൊരു വിവാഹം ആലോചിക്കുമ്പോൾ ഒന്ന്, നാം കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ രക്ഷകൻ കർത്താവിനെ സ്വീകരിച്ച വ്യക്തിയായിരിക്കണം. ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അവളോട് ആദ്യം ചോദിക്കേണ്ടത് നിന്റെ വിശ്വാസം എന്താ? ഈ വിശ്വാസം ഈ കർത്താവുമായിട്ടല്ല എന്നുണ്ടെങ്കിൽ, ഈ കർത്താവുമായിട്ട് വിശ്വാസം ഉണ്ടാകാതെ അല്ലെ അതിനുള്ള വഴി തുറക്കപ്പെടാതെ ഈ വിവാഹം മുന്നോട്ട് പോയാൽ ഇത് ഒരു നുഖത്തിന്റെ കീഴിൽ നിൽക്കാൻ ഒക്കത്തില്ല. ലോകത്തിന് മുമ്പ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ? പക്ഷേ ആ വിവാഹമായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആയിരിക്കും. പിന്നെ ഇങ്ങനെ വിശ്വാസികളാണെങ്കിൽ തന്നെ ഇതിനൊരു മർമ്മമുണ്ട് വിവാഹ ജീവിതത്തിന്. എന്തോ ക്രിസ്തുവും സഭയും, അതാണ് ഭർത്താവും ഭാര്യയും. ക്രിസ്തുവും സഭയും എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം ഭർത്താവും ഭാര്യയും. ഇത് മിറർ ഇമേജാ. ഈ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞ ഒറിജിനൽ അല്ല, അതൊരു കണ്ണാടിയാ. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവിനെ നമ്മൾ ഫേസ് ചെയ്ത് നിന്നാൽ ആ ക്രിസ്തുവിനെ നമ്മുടെ ഇവിടെ റിഫ്ലക്ട് ചെയ്യും. അങ്ങനെയാണ് ഈ വണ്ണസ് ഉണ്ടാകുന്നത്. ക്രിസ്തുവിൽ വണ്ണസ് ആണുള്ളത്. ദ ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. ഈ ഭാര്യയും ഭർത്താവും ക്രിസ്തുവിലേക്ക് ഫേസ് ചെയ്തിരുന്നാൽ ഈ ക്രിസ്തുവിന്റെ വണ്ണസ് നമ്മുടെ ലൈഫിലുണ്ടാകും. അതായത് വിശ്വാസന നായകനും പൂർത്തി വരുത്തുന്നതിനായി കർത്താവിനെ നോക്കി ഡോക്ടർ ഇത് പറയുമ്പോൾ ഞാൻ ഈ അടുത്തിടെ വീട് മെഡിറ്റേറ്റ് ചെയ്തപ്പോഴേ, അപ്പൊ നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ, അപ്പൊ മർമ്മം പറഞ്ഞില്ല, മിസ്റ്ററി അതാ പറഞ്ഞത് ഇവർ തമ്മിൽ, അതായത് കർത്താവും സഭയും ഭാര്യ ഭർത്തൃ ബന്ധം. അപ്പൊ ഞാനിത് ധ്യാനിച്ചപ്പോഴേ നമ്മുടെ കുറവുകൾ ദൈവം ക്ഷമിച്ച പോലെ, ശരിക്കും പറഞ്ഞാൽ ഒരു ഭാര്യയുടെ, അങ്ങനെ സ്നേഹിക്കാനല്ലേ പറയുന്നത്, ആ കുറവുകൾ ശരിക്കും ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവളിൽ ആ മിസ്റ്റേക്ക് ഉണ്ട് എന്നൊന്ന് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ക്ഷമിച്ച് ആ വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയും. അല്ലേ ഡോക്ടർ? ശരിക്കും ഈ അടുത്തിടെ ഞാൻ കേട്ട ചെറിയൊരു എന്തോ ഒരു മോട്ടിവേഷൻ ഇതിനകത്ത് പറഞ്ഞതാണ്. ഭാര്യ ഭർത്തൃ ജീവിതങ്ങളിൽ പ്രത്യേകിച്ച് എപ്പോഴും പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെ ആയപ്പം ഭർത്താവ് ഒരിക്കൽ പറഞ്ഞു, നീ എന്നെക്കുറിച്ചുള്ള പരാതികളെല്ലാം നീ ഒന്ന് എഴുതാൻ പറഞ്ഞു. ഞാനും എഴുതാമെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം പെട്ടെന്ന് എന്തിനാന്ന് ചോദിച്ചു, നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒരു വലിയ പേപ്പറിൽ മുഴുവൻ ആ ഭാര്യ ഭർത്താവിനെ കുറിച്ച്. അപ്പം അദ്ദേഹം ഇത് കഴിഞ്ഞ് സത്യം പറയാൻ ചിന്തിപ്പിച്ച കാര്യം, അദ്ദേഹം പെട്ടെന്ന് ബ്ലാങ്ക് പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കൊന്നും നിന്നെക്കുറിച്ച് എഴുതാനാണ് നീ എഴുതിയ ഡബിളുണ്ട്, പക്ഷെ ഇവിടെ ഒന്നുമില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യുക അപ്പം തന്നെ. സത്യം പറഞ്ഞു ആ സ്ത്രീ കണ്ണുനീരോട് അവരുടെ കുടുംബജീവിതം പണിയപ്പെട്ടെന്നാ പറയുന്നത്. ഡോക്ടർ, അത് ഭയങ്കര ഒരു സംഭവം അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പകരം എപ്പോഴും ഒരു ഫോർഗിവ്നെസ് മൈൻഡ് അല്ലേ, ഒരു ഗ്രേസിന്റെ കണ്ണിലൂടെ അല്ലേ, സ്നേഹം പാവങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നതാണല്ലേ. അതെ. അപ്പൊ കൃപയുടെ കണ്ണിലൂടെ വേണം നമ്മൾ കാണാൻ. അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ആ വണ്ണസ് എന്ന് പറയുന്നത്, നിങ്ങൾ അപ്പൊ ഇങ്ങനെ ഒന്നിച്ച് ഇവിടെ എൻ്റെ വൈഫ് ശുശ്രൂഷിക്കും ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഭവനങ്ങളിൽ, ഇപ്പം നമ്മുടെ ഹിന്ദു ഭാഗമുണ്ട്, പല ഇതിന് വരുന്നവരുണ്ട് സാധാരണക്കാർ. വൈഫ് പറഞ്ഞു, നിങ്ങൾക്കിനി എന്തെല്ലാം ഉണ്ടല്ലോ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊത്ത് നിങ്ങൾക്കൊന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്നിച്ചൊന്ന് സംസാരിക്കാനോ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് ശ്രമിക്കണം. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ലേ ഡോക്ടർ? നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഡിവൈഡഡ് ആണെന്നുള്ളത്. അറിയത്തില്ല. കാരണം ഇത് കണ്ണ് കുരുടാക്കി വെച്ചേക്കുക. ഞാനും എന്റെ ഭാര്യ തമ്മിൽ വൺ അല്ലെങ്കിലും നമ്മൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിക്കും. പക്ഷെ ആ പ്രശ്നം അറിയണം. ഇല്ല, ഇത് നമ്മൾ ഡിവൈഡഡ് ആണ്, നമ്മൾ വൺ അല്ല. എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ അല്പം അകൽച്ച അനുവദിക്കാൻ പാടില്ല. നമ്മൾ ആ കാര്യത്തിൽ വളരെ പിടിവാശി. പക്ഷെ ആ ഗ്യാപ്പിലായിരിക്കും പിശാച് കയറുന്നത്. പൗലോസ് പറയുന്നില്ല, ഒരു ജനാല തുറന്നിടരുത്, അവിടെയാണ് അവൻ കയറുന്നത്. ഈ ബലാത്കാരികൾ ദൈവരാജ്യത്തെ ബലാത്കാരം മനോഭാവം. ഈ വണ്ണസ് നമ്മൾക്കൊരു ബലാത്കാരമായിരിക്കണം. ഒരു കാരണവശാലും നമ്മളെ വണ്ണസ് സ്ട്രെങ്ത് ആണ്. അതെ. കുടുംബം അതിനുവേണ്ടിയാണ് ദൈവം തന്നേക്കുന്നത്. എന്നോടൊരിക്കലും ഒരു ദേവദാസൻ പറഞ്ഞ, ഷൈബ് ഭാഷ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആയിരങ്ങൾ കാണും, പക്ഷെ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം, എന്നെ എൻ്റെ ഒരു ലീഡർഷിപ്പിലുള്ള ഒരു സ്പിരിച്വൽ ഫാദർ അദ്ദേഹം പഠിപ്പിച്ചതും കുടുംബം സ്ട്രെങ്ത് ചെയ്യുക എന്നുള്ളത് അല്ലേ, അതാ ഏറ്റവും വലിയ കാര്യം. അപ്പം അങ്ങനെ സന്തോഷമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ അങ്ങനെ പോകുന്നല്ലേ ഡോക്ടറെ? അതുപോലെ ഞാൻ ചോദിച്ചത്, ഡോക്ടറുടെ ഈ പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡ്, അതുപോലെ ഇപ്പം ഈ ശുശ്രൂഷയുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഈ ആത്മീയപരമായ ഇങ്ങനെയുള്ള മർദ്ദവും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങോട്ട് വന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇപ്പം മുമ്പേ പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധകൻ അല്ലെങ്കിൽ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പം ഇപ്പം ഒരു
ഏറ്റവും ദൈവം തന്ന ഒരു സന്തോഷത്തിന്റെ ഒരു നിമിഷം പ്രത്യേകിച്ച് എടുത്ത് പറയാനാണ് എന്തോ എന്ന് പറയാൻ കഴിയും? എന്റെ ജീവിതത്തിലുണ്ടായ ഒരു സന്തോഷം ഒത്തിരി ഉണ്ടല്ലോ നമ്മുടെ ജീവിത അനുഭവങ്ങൾ, എന്നാൽ പോലും ഏറ്റവും എനിക്ക് സന്തോഷം ഉണ്ടാക്കിയ നിമിഷങ്ങൾ. ഒരിക്കലൊരു അമ്മയും 2 കുഞ്ഞുങ്ങളും എൻ്റെ ഒപ്പിലോട്ട് കയറി വന്നു. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ഏതാണ്ട് രോഗത്തിന് വേണ്ടി അവർ എൻ്റെ അടുത്ത് വന്നേ. അപ്പം ഞാൻ അതിൻ്റെ എല്ലാം ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്ത് മരുന്നെല്ലാം ചികിത്സ എല്ലാം എഴുതിയതിന് ശേഷം അന്നേരത്തെ സമയത്തിൻ്റെ സാഹചര്യം കൊണ്ട് അവരോട് ഞാൻ സുവിശേഷം പങ്കുവച്ചു. ഒരു ചെറുപ്പക്കാരി അമ്മയും 2 കൊച്ചു കുഞ്ഞുങ്ങളും, മോൻ 5 വയസ്സും മോക്കൊരു 8 വയസ്സും ഉണ്ട്. അപ്പം ഞാൻ യേശുവിനെ കുറിച്ച് അവരോട് പറഞ്ഞു. കുഞ്ഞിനെ കാണിക്കാനാണ് ഇവിടെ വന്നത്. അപ്പം കുഞ്ഞിനെ കാണിക്കാൻ വന്നു. ഞാൻ ആ കുഞ്ഞിനെ പരിശോധിച്ചതിന് ശേഷം അവരോട് യേശുവിനെ കുറിച്ച് അങ്ങ് പറയാൻ തുടങ്ങി. എങ്ങനെയോ ആ ഡിസ്കഷനോട്ട് പോയി. എന്നിട്ട് ഞാൻ അവർക്ക് അവസാനം ഈ ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു എൻ്റെ കയ്യിൽ എപ്പോഴും പുതിയ നിയമം വെച്ചിട്ടുണ്ട്, അതെടുത്ത് അവരുടെ ഗിഫ്റ്റായിട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തരിക എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവരെന്നോട് മറുപടി പറയുകയാണ്, സാറേ ഇത് ദൈവമാ ഞങ്ങളെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നേ. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സാറേ ഞങ്ങൾ വേറൊരു ആശുപത്രി പോകാൻ വേണ്ടി ഇറങ്ങിയത്, പക്ഷേ ബസ് കിട്ടി ഇങ്ങോട്ടാ. ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ഇത്ര മാസങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ നിന്ന് വന്ന് ഒരു സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയി ഒരു പോസ്റ്റയിലിടിച്ച് അന്നേരം അങ്ങ് മരിച്ചു. കൊച്ചു കുഞ്ഞുങ്ങൾ, അച്ഛൻ മരിച്ചു. എൻ്റെ വീട്ടുകാർ ഇപ്പം പറയുന്നത് ഞാനാണ് ഇതിൻ്റെ കാരണക്കാരൻ. എൻ്റെ നേരം ശരിയല്ലാത്ത, എൻ്റെ ജാതകം ശരിയല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സകല ദൈവങ്ങളെയും വിളിക്കുന്ന, സകല ദേവന്മാരെയും ദേവികളെയും ആരാധിക്കുന്ന മനുഷ്യരാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് തുടരാനൊക്കത്തില്ല. ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ഡിസൈഡഡ് ആയിട്ട് ഇരിക്കുക ഇപ്പോൾ. കാരണം എനിക്ക് ജീവിക്കാനൊക്കത്തില്ല. കാരണം ഭർത്താവ് മരിച്ചു, കുഞ്ഞുങ്ങൾ ഇങ്ങനെയായി, പിന്നെ ഞാനാണ് ഇതിൻ്റെ കാരണക്കാരൻ. അതുകൊണ്ട് ഞാനും കുഞ്ഞുങ്ങളോട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. പിന്നെ ഈ ചെറുക്കൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അമ്മയെ നമുക്കിപ്പം ചാകണ്ടമ്മേ, ഇപ്പം ചാകണ്ടമ്മേ. അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ആത്മഹത്യ ഞാൻ ഇങ്ങനെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഞങ്ങൾക്ക് തുടരാനൊക്കത്തില്ല, ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനൊക്കത്തില്ല. ജീവിതം അറിയാതെ ഡോക്ടർ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവം ഞങ്ങളോട് കൊണ്ടെത്തിച്ച് അവർ പറഞ്ഞു. എന്നിട്ട് അവരങ്ങ് പോയി. ഞാൻ ബൈബിളും കൊടുത്തു വിട്ടു. എന്നിട്ട് ഞാനും എൻ്റെ ഭാര്യ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചാകേണ്ട കേസാണ്. ഞാനതിന് സുവിശേഷം പറഞ്ഞു, ബൈബിളും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ ഒപ്പിലോട്ട് ഇങ്ങനെ സന്തോഷത്തോടെ കയറി വരിക. എന്നിട്ട് അവരെന്നോട് ചോദിക്കുക, എന്നെ അറിയാമോ, എന്നെ ഓർക്കുന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഓർക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അന്ന് ഞാൻ തന്നോട്ട് പുസ്തകം നീ ചോദിച്ചു. ഡോക്ടറെ, ഞാൻ എല്ലാ ദിവസവും വായിക്കുന്നുണ്ട്, ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ നടത്തുന്നത്, ഇങ്ങനെ ഞാനൊക്കെ അവർ പറയുക. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പം പിന്നെ മോളെയും കൊണ്ട് വന്ന്, ഡോക്ടറെ ഇവിടെ അങ്ങോട്ട് പോയി ഇവിടെ സ്ഥാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ അന്ന് കുടുംബമായി. ആക്ച്വലി ഡോക്ടർ അത് യു ആർ സോയിങ് ദ സീഡ് അല്ലേ? നമ്മൾ ശരിക്കും അവർ മരിക്കാനായിട്ട് റെഡിയായിട്ടിരുന്നൊരു കുടുംബം, അവരോട് യേശുവിനെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിന്റെ ഒരു ഗൈഡൻസ് ആയിരുന്നത് അല്ലേ? ഭർത്താവിനെ കുറിച്ച് അങ്ങനെ കേട്ടു, ഇവരാ തെറ്റുകാര്യം നടച്ചപ്പോ ഇനി മരിച്ചേ ഒക്കത്തുള്ളൂ, കുഞ്ഞാ പറയുന്ന മരിച്ചു. അതുകൊണ്ട് വീട്ടുകാരെല്ലാം ഇവർക്കെതിരായി. ഈ അമ്മയും കുഞ്ഞുങ്ങളും ഇവരെ ആൾക്കാരെ അങ്ങ് റിജക്ട് ചെയ്തു. കാരണം മോൻ മരിച്ചല്ലോ. അപ്പോൾ ഇവള് മരിക്കാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷേ മരണം ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് എൻ്റെ മുന്നിൽ വരുന്നത്. എന്തായാലും അന്ന് കർത്താവിനെ കൊടുക്കാൻ പറ്റി. അത് ഡോക്ടർ എന്നും ഓർക്കുമ്പോൾ അതൊരു വലിയൊരു ഇങ്ങനൊരു ഓർമ്മ വരും. ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു സമയം എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ സംഭവം കേൾക്കുമ്പോൾ അതിന്റെ ഒരു റിസൾട്ട് നമ്മൾ അറിയുമായിരുന്നല്ലേ? ശരിക്കും പലരും ഇതുപോലെ യേശുവിനെ അറിഞ്ഞ് അവരുടെ മാനസിക മെന്റൽ ഇൽനെസ്സിൽ നിന്നും വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്, ആത്മഹത്യകളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നും വായിക്കുന്നവരുണ്ട്. കാരണം അവരുടെ അനുഭവമാണ് അവരോട് സുവിശേഷം ആ ബൈബിള് കൊടുത്തത് ഞാനാ. അപ്പൊ അങ്ങനെ പല വീടുകളിലും ആ ബൈബിൾ ഉണ്ടെന്നുള്ളൊരു. പിന്നെ ഡോക്ടറിനെ മറക്കാനാവാത്ത ഈ പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ഫീൽഡിൽ എന്തെങ്കിലും ഇതുപോലുള്ള ഹീലിംഗുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും മറക്കാനാവാത്ത എന്തെങ്കിലും അല്ലെ ജീവിതത്തിൽ എന്തെങ്കിലും രക്ഷയുടെ അനുഭവമായിരുന്നു, അതോ പിന്നീടുള്ള എന്തുവായിരുന്നു ഒരു ജീവിതത്തിൽ ഉണ്ടായ വലിയ സന്തോഷം എന്ന് പറയുന്നത്? എനിക്ക് നന്ദി ഉള്ളത് ഈ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. ദൈവത്തെ അറിയാൻ പറ്റി, ദൈവത്തിൻ്റെ നന്മകളെ അറിയാൻ പറ്റി, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അറിയാൻ പറ്റി, ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയുവാൻ പറ്റി. ഇന്ന് ദിനം പ്രതി ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പിതാവിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അപ്പം ദൈവത്തെ അറിയുക എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും വലിയ. യേശുവിനെ അറിയാൻ പറ്റി, യേശുവിൽ കൂടിയുള്ള
ജീവിതം. അത് ഓർക്കുമ്പോൾ നമ്മൾ ആ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നന്ദി അല്ലേ, നന്ദി പുറപ്പെടും. അതാ ശരിക്കും ഒരു ആരാധന എന്ന് പറയുന്നത് അല്ലേ. എവിടെങ്കിലും ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാനുള്ള അവസരം കിട്ടിയാൽ ഞാൻ ഒപ്പം ഓടിച്ചു അവിടെ കയറും. പിന്നെ ഇതുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് തന്നെയാണ് നമുക്ക് ഇത് മറക്കാനാവും നന്ദിയാൽ നമ്മൾ പറയുന്നത്, നന്ദിയാൽ എൻ്റെ ഹൃദയം. അതിന് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ജീവിതത്തിൽ, എന്തെങ്കിലും ഹീലിംഗ് കുടുംബവുമായി ബന്ധപ്പെട്ട് ഡോക്ടറിൻ്റെ ആയിട്ട് പേഴ്സണലി എന്തെങ്കിലും ദൈവത്തിന് അങ്ങനെ എന്തെങ്കിലും താങ്ക്ഫുൾ, അതായത് നമുക്ക് ദൈവമേ ഞാനത് പ്രതീക്ഷിച്ചല്ല, അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? അതായത് നമ്മൾ പറയത്തില്ല, എനിക്ക് എത്ര പറഞ്ഞാലും ആ കാര്യത്തിൽ നന്ദി പറഞ്ഞാൽ തീരുകയില്ലെന്ന് പറയുന്നത്. പ്രധാനമായിട്ട് എൻ്റെ കർത്താവിനെ കൂടെ നടക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എന്നാൽ ചെറുപ്രായത്തിൽ ഞാനൊരു രോഗിയായിരുന്നു. എൻ്റെ പ്രെയർ ഡയറിയിലൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ശരീരം, ഇങ്ങനൊരു ശരീരമില്ലായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. കാരണം എന്നും രോഗമാണ്. ഒരു 25-30-35 വയസ്സിലൊക്കെ എന്നും, അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും രോഗങ്ങളാണ്. ആത്മാവ് കൊണ്ട് ദൈവവുമായിട്ട് സന്തോഷം, പക്ഷെ ശരീരം ഒരു ശാപമാണ് എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ. ഈ ശരീരം ഇല്ലായിരുന്നു എന്ത് നല്ലതായിരുന്നു. എന്നാൽ ഇന്ന് പക്ഷെ അങ്ങനല്ല. അതിൽ നിന്ന് എങ്ങനെയാണ് ഡോക്ടർ റിക്കവർ ആയത്? എങ്ങനെയായിരുന്നു യേശുവിന്റെ കർത്താവിന്റെ വചനത്തെ ധ്യാനിച്ച്, കർത്താവിന്റെ സൗഖ്യദായകനാണ്, അവൻ എൻ്റെ രോഗത്തെ വഹിച്ചു, എൻ്റെ വേദനകളെ ചുമന്നു, കർത്താവ് ഏറ്റ ആ അടികൾ എൻ്റെ സൗഖ്യത്തിന്, അങ്ങനെ ഞാൻ അത് ഏറ്റെടുക്കുകയും അത് വിശ്വസിക്കുകയും അത് ഡിക്ലെയർ ചെയ്യുകയും പറഞ്ഞുകൊണ്ടിരുന്നതനുസരിച്ച് എൻ്റെ ലൈഫിൽ ഒത്തിരി ഈ ശാരീരികമായിട്ടുള്ള ഡെലിവറൻസ് ഉണ്ടായി. അതെ, അതാ നമ്മളിന്ന് മറ്റുള്ളവരോട് പറയുന്നത് സത്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ വിമർശകർ അല്ലെങ്കിൽ ഇതിനെ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അവരുടെ അജ്ഞത കൊണ്ടായിരിക്കും, ഇല്ലയോ, ഇഗ്നോറൻ്റ്, അറിവ് കുറവുണ്ടല്ലേ, ഇതിനെ നിഷേധിക്കത്തില്ല, അങ്ങനെയൊന്നും ഇല്ല. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും ധ്യാനിച്ചുകൊണ്ടിരിക്കണം, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. ഈ പുസ്തകത്തിനകത്ത് നമ്മൾ എന്തും വേണ്ടി സങ്കീർത്തനം 1 പറയുന്നുണ്ട്. അതെ, യോശുവയിലും പറഞ്ഞു, യു ഷാൽ ബിക്കം സക്സസ്. ചില പറഞ്ഞു ഞാൻ എന്ത് തൊട്ടാലും സാധിക്കത്തില്ല. പക്ഷെ ഇങ്ങനെ വീട് മെഡിറ്റേറ്റ് ചെയ്ത് ദൈവമായിട്ടുള്ള ബന്ധത്തിലോട്ട് പോയാൽ തീർച്ചയായിട്ടും ഹീലിംഗ് ഉണ്ട്. അതെ 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 അതെ, വചനമാണ് ഈ മെഡിസിൻ. വചനത്തെ നമ്മൾ എപ്രകാരം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പിന്നെ ഡോക്ടർ ആയിരിക്കുന്ന സഭയുമായിട്ട് തൃപ്തനാണല്ലോ, ദൈവകൃപയാൽ അതിനുള്ള ആത്മീയ ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾക്കെല്ലാം ലഭിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ അല്ലാതെ എന്തെങ്കിലും മീഡിയയിലൂടെ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും? സഭയോട് കണക്ട് ചെയ്ത് ഈ കോവിഡ് കാലത്ത് ഇടയ്ക്ക് റെഗുലറായിട്ട് ചെയ്യുമായിരുന്നു. ഇപ്പം പിന്നെ അതിന് സമയം ചെലവിടാറില്ല. കാരണം അതിനുള്ള സമയം മാറ്റി വെക്കാനായിട്ട് ഞാൻ മെനക്കെടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എപ്പോൾ വേണേലും പോയി മീഡിയയിൽ ഇൻവോൾവ് ചെയ്യാം, പക്ഷേ കൂടുതലും ഈ നേരിട്ടുള്ള വർത്തമാനങ്ങളൊക്കെയാണ്. അപ്പോൾ ഡോക്ടറെ, നമ്മൾ അതിൻ്റെ ഇത് ടൈമായി. അപ്പം നമുക്ക് മറ്റുള്ള നമ്മൾ കാണുന്ന വ്യൂസിനോട് ഡോക്ടറിന് ഇതിപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ടച്ച് ചെയ്തല്ലോ, ഇതെല്ലാം നമ്മൾ പറഞ്ഞേക്കുന്നത് എന്നെ ഏറ്റവും എന്നെ സ്പർശിച്ചത് പാപം മരണത്തിലേക്കും നീതിയുടെ വിത്ത്, ദൈവനീതി, നമ്മളെ നീതിയുടെ ഫലങ്ങളിനകത്ത് സൗഖ്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമ്മളെ വാച്ച് ചെയ്യുന്നവരോട് എന്തെങ്കിലും ഡോക്ടറിൻ്റെതായിട്ടൊരു പേഴ്സണലായിട്ടൊരു ഉപദേശം മീൻസ് ഒന്ന് പറയാമെന്ന് പറഞ്ഞു. നമുക്ക് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ രക്ഷയാണ്. ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് നമ്മൾ വളരെ ബോധ്യം ഉണ്ടാകണം. നാം വിശ്വസിക്കുന്നതിനെക്കാട്ടിലും വളരെ റിയലാണ് നരകം. നരകം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല, അത് ശരിക്കും ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. ഒരു കാരണവശാലും നാം നരകത്തിൽ പോകാൻ പാടില്ല. നമ്മൾ ഉറപ്പായിട്ടും നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നാം ഹൃദയം തുറന്ന് കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പ്രവേശിക്കുന്നു. ആ വ്യക്തിയുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. ആ വ്യക്തി നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. നിത്യജീവൻ എന്ന് പറയുമ്പോൾ ഇവിടെ തുടങ്ങി അതതിൻ്റെ ക്ലൈമാക്സിലേക്ക് പോകുന്നതാണ്. കർത്താവിൻ്റെ ജീവനിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയം തുറക്കുക. നമ്മൾ ഈ രാജാവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ രാജാവും കർത്താവുമായിട്ട് നമ്മൾ ഏറ്റെടുക്കുക. അങ്ങനെ നമ്മൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിനെ പിതാവേ എന്ന് വിളിക്കുവാൻ ഇടയായിത്തീരുന്നു. സാധാരണഗതിയിൽ നമ്മളിൽ വ്യാപരിക്കുന്നത് അനാഥത്വമാണ്. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ കൂടെ വാസം ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാരായി തീരുവാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ ലൈഫിലുണ്ടാകണം. അതിനുശേഷം നമ്മൾ വിജയകരമായ ജീവിതം എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ വചനം ഒരു കൊച്ചു കുഞ്ഞ്
എപ്രകാരം പാല് കുടിക്കുന്നോ അതുപോലെ നമ്മൾ ഈ വചനത്തിനകത്ത് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ സമയം ആണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ സമയം ദൈവത്തിൻ്റെ കൂടെ വസിക്കുവാനുള്ളതാണ്, ദൈവ ശബ്ദം കേൾക്കുവാനുള്ളതാണ്, ദൈവത്തെ ആസ്വദിക്കുവാനുള്ളതാണ്, ദൈവത്തിൻ്റെ സന്തോഷത്തിൽ, ദൈവത്തിൻ്റെ സമാധാനത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കുണ്ട്, ദൈവത്തിൻ്റെ വചനമുണ്ട്, കൂട്ടായ്മകളുണ്ട്. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നാം തീരണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഒരു ബലമായിട്ട് മാറുകയുള്ളൂ. പ്രിയരെ, നമ്മൾ ഈ 1 മണിക്കൂറിലധികമായി നമ്മൾ കേട്ടത്, ശ്രദ്ധിച്ചത് സാധാരണ ഒരു വ്യക്തിയല്ല, ഒരു പ്രത്യേകിച്ച് ഒരു ഡോക്ടർ എന്ന പ്രൊഫഷണലിൽ നിന്ന് അസ്ഥിരോഗ വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഹൃദയത്തെ സ്പർശിക്കുന്ന കാര്യങ്ങളാണ് കേട്ടത്. നമ്മൾ അതിൽ കൂടെ മനസ്സിലാക്കി യേശുവിൽ ഒരു വ്യക്തി വന്നാൽ അവർക്ക് സൗഖ്യമുണ്ടെന്നും വിടുതലുണ്ടെന്നും രൂപാന്തരമുണ്ടെന്നും ഒത്തിരി കാര്യങ്ങൾ നമ്മളെ ഹൃദയത്തെ സ്പർശിക്കുന്ന കേട്ടു. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇത് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക്, പ്രത്യേകിച്ച് തകർന്നവർ, പരാജിതർ, ഡോക്ടറിൻ്റെ ഒരു സാക്ഷ്യം കേട്ടായിരുന്നല്ലോ, ആ ഒരു കുടുംബം വന്ന് ഒരു ആത്മഹത്യ ചെയ്യാനിടുന്ന ഒരു കുടുംബമായിരുന്നു. ആ യേശുവിൻ്റെ സുവിശേഷത്തിലൂടെ അവർ വീണ്ടും മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വരാനിടയായി. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ധാരാളം പേരിലേക്ക് ഇത് ചെല്ലട്ടെ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഡോക്ടറെ, താങ്ക് യു ഫോർ ജോയിനിങ്. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വിലയേറിയ സമയം തന്നതിന് ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.